ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലിവർ കറിയാണിത്. ബീഫിൻ്റെ ലിവർ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം വേണം. മല്ലിപ്പൊടി ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടി 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. എല്ലാം കൂടി ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് 1 കിലോ ലിവറാണ്. ബീഫിൻ്റെ ലിവറാണിത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ലിവറിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് പുരട്ടിയെടുക്കാം. ഉപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഈ ടൈമിൽ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ലിവർ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും വേറെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ലിവർ അല്പം ഒന്ന് വെന്ത് കിട്ടണം. ഈ ലിവറിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അഡീഷണലായിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട്. ലിവറിൽ നിന്ന് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് വേറൊരു വലിയൊരു പാത്രം വെച്ച് കൊടുക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. ഇതിന് കറിയാക്കി എടുക്കാനായിട്ടുള്ളതാണ്. ഈ സവാള നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. സവാളയിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ലിവറിൻ്റെ മസാല ആക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കൊത്തി എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി മാത്രമാണ് ഞാൻ മസാല പുരട്ടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിയാണിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാളയിലേക്കും തക്കാളിയിലേക്കും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പിൻ്റെ ബാക്കിയാണ്. അല്പം മാത്രമാണ് നേരത്തെ ലിവറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നന്നായി സവാള എല്ലാം വാടി വന്നതിന് ശേഷം അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പകുതി വേവ് ആയിട്ടുള്ള ആ ലിവർ ഇതിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒന്ന് അല്പം നേരം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം.
നന്നായി വെന്ത് വന്നതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്. എരിവിൻ്റെ അളവ് എത്രയാണ് ഇഷ്ടമുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് അല്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കറി നല്ല അടിപൊളിയായിട്ടൊന്ന് കുറുകി ചാറൊക്കെ ഒരു പരിധി വരെ ഒന്ന് വറ്റി വന്നിട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇത്. നമുക്ക് പത്തിരിയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. എരിവിൻ്റെ അളവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.